സിനിമാ മേഖലയിലെ തുറന്നു പറച്ചിലുകളിൽ അന്വേഷണം ആരംഭിച്ച പ്രത്യേക സംഘം. നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരത്ത് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം. പ്രത്യേക സംഘത്തിലെ വനിതാ SI ആണ് മൊഴിയെടുക്കുന്നത്. 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. DIG അജിത അബീഗവും IG G പൂങ്കുഴലിയുമാണ് കൊച്ചിയിലെത്തി നടിയുടെ മൊഴിയെടുക്കുന്നത്. പരാതികളിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് അജിത അബീഗം അറിയിച്ചു. അല്ല, അന്വേഷണം നടത്തുന്നുണ്ടല്ലേ. നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസ് എല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ പരിധിയിൽ വേണ്ടെന്ന് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതി തീരുമാനമെടുക്കട്ടെ എന്നാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിലപാട്. 18 പരാതികളാണ് ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. നടൻ ജയസൂര്യക്കെതിരെ മറ്റൊരു നടി കൂടി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. അജീഷ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടൻ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ അഭിനേത്രിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണല്ലോ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ വനിതാ SI ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരുള്ള സഖി വിമൻസ് റിസോഴ്സ് സെന്ററിൽ വെച്ചിട്ടാണ് ഈ മൊഴിയെടുക്കൽ നടക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കേന്ദ്രമാണ്. ഇവിടെ ഇവരെ വിളിച്ചു വരുത്തി, അവരെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശേഷമാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ അല്പസമയവുമായി ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നു. മ്യൂസിയം സ്റ്റേഷനിലെ വനിതാ SI ആണ് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടി, ഈ യുവനടി സിദ്ദിഖിനെതിരെ പരാതിയായിട്ട് നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന്. ഇതിനെ തുടർന്ന് ഈ സംഭവം നടന്ന മസ്കറ്റ് ഹോട്ടൽ പരിധി ഉൾപ്പെടുന്ന മ്യൂസിയം സ്റ്റേഷനിൽ കേസെടുക്കുകയായിരുന്നു. ബലാത്സംഗ കുറ്റം ചുമത്തി. ഇതിനെ തുടർന്നാണ് ഈ വനിത അവിടുത്തെ പ്രിൻസിപ്പൽ SI കൂടി ഈ പ്രത്യേക സംഘത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയത്. ആ ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നത്. ആദ്യം ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടി യുവനടി സിദ്ദിഖിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനുശേഷം നിയമ നടപടികളിലേക്ക് ഇല്ല എന്നൊരു നിലപാടിലായിരുന്നു ഈ യുവനടി ഉണ്ടായിരുന്നത്. പിന്നീട് സിദ്ദിഖ് DGPക്കടക്കം ഇതിന് പിന്നിൽ അജണ്ടയുണ്ടെന്ന് ആരോപിച്ച് പരാതി നൽകിയതോടെയാണ് പോലീസിനെ സമീപിക്കാൻ ഈ യുവനടി തീരുമാനിച്ചത്. അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നത്. എന്തായാലും ഇപ്പോഴും മൊഴിയെടുപ്പ് ഇവിടെ തുടരുകയാണ്. വഞ്ചിയൂരുള്ള സഖി വിമൻസ് റിസോഴ്സ് സെന്റർ, ഇവിടെ യുവനടിയെ വിളിച്ചു വരുത്തിയാണ് മ്യൂസിയം സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ വനിതാ SI ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം DGPയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഈ യോഗം ചേർന്നപ്പോൾ തന്നെ DGP പറഞ്ഞത് വനിതാ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെയായിരിക്കും ഈ അന്വേഷണമൊക്കെ നടത്തുന്നത്, മൊഴിയെടുപ്പ് അടക്കം നടത്തുന്നത്. ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഈ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ടീമിൽ ഉൾപ്പെടുത്താം, മേലുദ്യോഗസ്ഥരുടെ അനുമതിയോടെ. അങ്ങനെയാണ് ഈ വനിതാ SIയെ കൂടി ഈ ടീമിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ മൊഴിയെടുപ്പ് അടക്കം നടത്തുന്നത്. എന്തായാലും വേഗത്തിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ DGP നൽകിയിരുന്നു. അതിനുശേഷം പ്രതിപട്ടികയിലുള്ളവരെ, പ്രതികളായവരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും. അങ്ങനെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം DGP നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ, അതായത് ഇന്നലെ കേസെടുത്തു, ഇന്ന് തന്നെ മൊഴിയെടുപ്പ് ആരംഭിച്ചത്. എന്തായാലും മൊഴിയെടുക്കുന്ന നടപടി ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. വിജയകുമാർ. അജീഷ്, 18 പരാതികൾ ഈ പ്രത്യേക സംഘത്തിന്റെ പക്കലെത്തിയിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയതടക്കം 18 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിന്മേലൊക്കെ വേഗത്തിൽ നടപടി എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആരോപണ വിധേയർക്കെതിരെ, ഇപ്പോൾ പ്രതികൾക്കെതിരെ, അങ്ങനെ ഇനിയിപ്പോൾ ആക്കപ്പെട്ടവരാണല്ലോ അതിൽ പലരും. അപ്പോൾ പ്രതികൾക്കെതിരെ അവരെ ചോദ്യം ചെയ്യുക, അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് വേഗത്തിൽ കടക്കുകയാണ് ഈ സംഘം എന്ന് കരുതാം അല്ലേ? ഉറപ്പായിട്ട് അതാണ് അതിന്റെ സ്വാഭാവിക നടപടി. കാരണം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ ഇരയായവരുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തും. ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ പ്രതികളായവരെ ചോദ്യം ചെയ്യുകയാണ്. സാധാരണ ഇത് ജാമ്യമില്ലാത്ത കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അത് സ്ത്രീത്വത്തെ അപമാനിക്കലായിരുന്നാലും അതിൽ ലൈംഗിക പീഡന ബലാത്സംഗ കുറ്റമായിരുന്നാലും ജാമ്യമില്ലാത്ത കുറ്റമാണ്. പക്ഷേ പ്രതികൾ കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും ആ പ്രതികളെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ് പതിവ്. എന്തായാലും ഈ മൊഴി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം
സാഹചര്യത്തിൽ, അതായത് ഇന്നലെ തന്നെ കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി നീക്കം തുടങ്ങിയിരുന്നു. കോടതിയിൽ സമീപിക്കും. എന്തായാലും അതിനുശേഷം, അതായത് ഇന്ന് മൊഴിയെടുക്കുന്നതോടുകൂടി തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന അടുത്ത ഘട്ട നടപടിയിലേക്ക് പോലീസ് ഉടനെ കടക്കും. അത് ചിലപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും മൊഴിയെടുപ്പ് പൂർണ്ണമായതിനു ശേഷം അത് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ പ്രതിയായിട്ടുള്ള സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുക. രഞ്ജിത്തിനെതിരെയും സമാന നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക. കൊൽക്കത്തയിലെ ബംഗാളി നടിയുടെ മൊഴി വീഡിയോ കോൾ വഴിയാണ് രേഖപ്പെടുത്തിയത്. അത് പോലീസ് അതിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്തായാലും രഞ്ജിത്തിന്റെയും ചോദ്യം ചെയ്യും അന്വേഷണ സംഘം. യെസ്, ആലുവയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അശ്വിൻ, 7 പേർക്കെതിരെയാണ് അഭിനേത്രി പരാതി നൽകിയിരിക്കുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. ചിലതൊക്കെ മാധ്യമങ്ങളോട് അവർ പറയുകയും ചെയ്തിരുന്നു. ഏതാനും ചില മണിക്കൂറുകളായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ഇപ്പോൾ IPS ഉദ്യോഗസ്ഥർ നേരിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് മൊഴി രേഖപ്പെടുത്താൻ. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, 2 IPS ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 7 പരാതികളാണ് വിവിധ നടന്മാർക്കെതിരെയും ഒപ്പം സാങ്കേതിക പ്രവർത്തകർക്കെതിരെയും നടി നൽകിയിരിക്കുന്നത്. ആ പരാതികളുടെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് 2 IPS ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ള 2 ആരോപണങ്ങൾ മുകേഷിനെതിരെയും ഒപ്പം ജയസൂര്യക്കെതിരെയുമാണ്. 2 സിനിമാ സെറ്റുകളിൽ വെച്ച് ഇവർ അപമര്യാദയെ പെരുമാറി എന്നുള്ളതാണ് പരാതി. അതിന്റെ തെളിവുകളടക്കം നൽകാനുള്ള സാങ്കേതിക തടസ്സം അവർക്കുണ്ട്. പക്ഷേ അന്ന് 2013 മുമ്പ് നടന്ന സംഭവങ്ങളിൽ അന്നത്തെ ചലച്ചിത്ര നിർമ്മാതാക്കളോടക്കം ഇതിന്റെ പരാതികൾ നേരിട്ട് പറഞ്ഞിരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ നടിക്ക് ഒരു തെളിവ് എന്നുള്ള നിലയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകാനുള്ളത്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ 7 പരാതികളിലും വിശദമായ മൊഴിയെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ പിന്നിടുകയാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ആരംഭിച്ചിട്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ മൊഴി രേഖപ്പെടുത്തൽ തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകളിൽ ഇപ്പോൾ ആലുവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാകും ഈ മൊഴി രേഖപ്പെടുത്തൽ അവസാനിക്കാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ സജി നന്ദ്യാട്ടടക്കമുള്ള നിർമ്മാതാക്കളോടും മറ്റ് ആളുകളോടും, മുതിർന്ന ആളുകളോടും ഈ പരാതികൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആലുവയിലെ ഫ്ളാറ്റിലെത്തിയുള്ള നടിയുടെ മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിജയകുമാർ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ സൂചിപ്പിച്ചതുപോലെ 2 IPS ഉദ്യോഗസ്ഥർ നേരിട്ട് പരാതിക്കാരിയെ കാണാൻ, അവരുടെ മൊഴി രേഖപ്പെടുത്താൻ അവരുടെ കൊച്ചിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സിദ്ദിഖിനെതിരെ പരാതി നൽകിയ അഭിനേത്രിയുടെ മൊഴിയും രേഖപ്പെടുത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം വേഗത്തിൽ തുടർ നടപടിയിലേക്ക്, മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ആവശ്യമെങ്കിൽ ഈ മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകേണ്ട കേസുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടക്കും എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്.